السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളുടെ പരിശുദ്ധ റജബിലെ അവസാനത്തെ ദിവസം ചിലപ്പോൾ ശഅബാൻ ഒന്നായിരിക്കും. ഏതായാലും നമുക്കിന്ന് ചൊല്ലാനുള്ള അതിമഹത്തായ ഞായറാഴ്ച ദിനങ്ങളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ദിക്റും അതേപോലെ തന്നെ റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലിവരുന്ന ഇസ്തിഗ്ഫാറും കൂടെ ചൊല്ലണം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഇതുവരേക്കും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ജീവിതം സംശുദ്ധ ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും കൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ എന്നും കൈവിടാതെ സൂക്ഷിക്കേണ്ട ഒരു അമലാണ് ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലുക എന്നുള്ളത്. ഏത് സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവന് ടെൻഷൻ ഉണ്ടാവുകയില്ല, പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ലെന്ന് ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. استغفروا ربكم إنه كان غفارا استغفر الله وأتوب إليه 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 استغفر الله وأتوب إليه
أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه أستغفر الله وأتوب إليه അല്ലാഹുവേ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നമ്മുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുവോ അതൊക്കെയും നീ നമുക്ക് തന്നനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. ഇനിയുള്ള ജീവിതം പാവങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നമുക്കിന്ന് ഞായറാഴ്ച ദിനങ്ങളിൽ ചൊല്ലി വരുന്ന അല്ലാഹുവിന്റെ മഹത്വമേറിയ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന അല്ലാഹുവിന്റെ മഹത്വമേറിയ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അതിമഹത്തായ ഒരു ദിക്ർ ബഅലവി ത്വരീഖത്തിൽ അവരുടെ മുഹിമ്മായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ ഒരാൾ 100 തവണ ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ പറയുന്നു, കാന ലഹു അമാനൻ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് നിർഭയത്വം ലഭിക്കും. ഒരിക്കലും മരണം വരേക്കും ദാരിദ്ര്യത്തെ തൊട്ട് ഒരു പേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. വയുഅ്മന മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട അവസ്ഥ വരില്ല. വസ്തുജിലിബ ബിഹിൽ ഗൈന, ഐശ്വര്യം അദ്ദേഹത്തെ തേടി വരും. ഐശ്വര്യം അദ്ദേഹത്തിന് ഈ ദിക്ർ വലിച്ചു കൊണ്ടുവരും. വസ്തുക്കുരി അബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹം ഇത് മുഖേന മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് അദ്ദേഹം സ്വർഗത്തിലാണ്, മരിച്ചാൽ സ്വർഗത്തിലാണ്. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 100 തവണ നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ നാം ചൊല്ലിയ നിന്റെ മഹത്വമേറിയ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു ദിക്റാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിക്റാണ് റബ്ബേ ചൊല്ലിവെച്ചത്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ചേർക്കണം അല്ലാഹ്. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി വരുന്ന ശഅബാൻ മാസങ്ങളിൽ പ്രത്യേകമായി ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്തുകളും കൂടെ നമുക്ക് നമ്മുടെ മജ്ലിസുകളിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ഓതിയ പരിശുദ്ധ ഖുർആൻ ശരീഫും ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ നീ സ്വീകരിക്കണം അല്ലാഹ്.
മിസ്ല സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ അജിതാദീങ്ങൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ശൈഖുനാ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, അല്ലാഹുവേ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, മഹാനായ ശൈഖുനാ ഖാജ മുഈനുദ്ദീൻ ജിസ്തുൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, അഹ്മദ് റളാ ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹു ഹദറത്തിലേക്കും, ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, സർവ്വ മഹാന്മാർ, ഉസ്താദന്മാർ, മശായിഖന്മാർ, അസാതീദിങ്ങളുടെ ഹദറാത്തുകളിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസിൽ കൂടുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ നിരന്തരം ദിവസവും ചൊല്ലുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള ദറജ നീ ഉയർത്തണമല്ലാ. ഖബർ ജീവിതം നീ സ്വർഗീയ പൂന്തോപ്പാക്കണം റഹ്മാനെ. എല്ലാ പാവങ്ങൾ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം റഹ്മാനെ. പരിശുദ്ധ ശഅബാൻ മാസത്തിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ സമദായ തമ്പുരാനെ, പടച്ച റബ്ബേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യമക്കൾ, കുടുംബക്കാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ മജ്ലിസിൽ കൂടുന്നവർ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ മാപ്പ് ചെയ്യണമല്ലോ. നീ അഫ്വു ചെയ്യണമല്ലോ. നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ. നിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നമുക്ക് നീ വർഷിപ്പിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നമുക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ. പരിശുദ്ധ റമളാനെ നമുക്ക് എത്തിപ്പിച്ചു തരണം റഹ്മാനെ. റമളാൻ മാസത്തിൽ ധാരാളം അമലുകൾ ചെയ്യാൻ, ധാരാളം ഹസനത്തുകൾ ചെയ്യാൻ, പരിശുദ്ധ ഖുർആൻ ഖതമുകൾ തീർക്കാൻ, പരിശുദ്ധ സ്വലാത്ത് ധാരാളം ചൊല്ലാൻ, ദിക്റുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. സ്വദഖകൾ നൽകാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ദാനധർമ്മങ്ങൾ ധാരാളം നടത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർക്കണമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിലേക്ക് നമ്മുടെ ആയുസ് നീളമാക്കണം റഹ്മാനെ. ഒരുപാട് റമളാനുകൾ നമുക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അതിൽ വരുന്ന ലൈലത്തുൽ ഖദ്റിൽ നമുക്ക് നല്ലവണ്ണം ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. സലീമായ ഖൽബ് നൽകണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗൈബത്ത് നമീമത്ത് പറയാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരോടും വെറുക്കുന്ന വാക്കുകൾ പറയാതെ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്
ആരെങ്കിലും നോവനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമുക്കെല്ലാം നീ പുറത്തു താ അല്ലാ. അവർക്കും നമുക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, നീ മുതൽ മരണം വരേക്കും ഒരാളെയും നോവിക്കാതെ വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. സലീമായ കൽബിന്റെ ഉടമകളാക്കണം റഹ്മാനെ. സലീമായ കൽബിന്റെ ഉടമകളാക്കണം റഹ്മാനെ. സലീമായ കൽബിന്റെ ഉടമകളാക്കണം റഹ്മാനെ. നല്ല മനസ്സിന്റെ ഉടമകളാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല സ്വഭാവം നൽകണമല്ലോ. ഹുസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ശരീരത്തെ ഏത് രൂപത്തിൽ നീ നന്നാക്കിയോ അതുപോലെ നമ്മുടെ സ്വഭാവത്തെയും നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവത്തെയും നന്നാക്കണമല്ലോ. ആയുസ്സിൽ ഒരുപാട് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളുടെ റൗദാ ശരീഫിൽ ചെന്ന് ധാരാളം സ്വലാത്തും സലാമുകൾ ചൊല്ലാനും മദ്ഹുകൾ പാടാനും മൗലൂദുകൾ ഓതാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെയും ഇഖ്ലാസോടെ ഭക്തിയോടെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുവാനും നിസ്കാരത്തിന് ശേഷം ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും റബ്ബേ, നിന്നെ ഓർത്ത് കണ്ണുനിന്ന് കണ്ണുനീരൊലിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ആരും കാണാതെ നിന്നെ ഓർത്ത് കണ്ണുനിന്ന് കണ്ണുനീരൊലിപ്പിക്കുന്ന കണ്ണുണ്ടെങ്കിൽ അവർക്ക് നിന്റെ അർശിന്റെ തണലുണ്ടെന്നാണ് നമുക്ക് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവേ, കൂട്ടത്തിൽ നമുക്കും ചേരാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, പരിശുദ്ധ ശഅബാൻ മാസം കടന്നു വരികയാണ്. അല്ലാഹ്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ ഉറക്കിലും ഉണർവിലും ഹബീബായ തങ്ങളെ കാണാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. ഒരപകടത്തിലോ പ്രയാസത്തിലോ കുടുക്കിലോ മാരക രോഗങ്ങളിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലോ. അത്തരത്തിലുള്ള രോഗാണുക്കളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. ഒരു അപകടത്തിൽ പെടുത്തല്ലേ അല്ലോ. മോശപ്പെട്ട മരണങ്ങളിൽ പെടുത്തല്ലേ അല്ലോ. കീരിമൊരിക്കുന്ന മരണങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലോ. അല്ലാഹുവെ, പെട്ടെന്നുള്ള ആദാബുകളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും മാതാപിതാക്കൾ ഉസ്താദന്മാരെയും ഭാര്യമക്കളെയും എല്ലാ മുഅ്മിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നീ കാത്തു രക്ഷിക്കണമല്ലോ. എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ നാളുകളിൽ മനുഷ്യരെ പിടികൂടുന്നത്. അല്ലാഹുവേ, മാരക രോഗങ്ങളായ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ മനുഷ്യരെ പിടിപെട്ട് മനുഷ്യനെ വല്ലാത്ത വേദനയിലും നോവിലും ആക്കി കളയുകയാണ് റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഭർത്താവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരു സഹോദരിയുണ്ട്. ധാരാളം സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അജിലായ ശിഫ കൊടു റബ്ബേ. താമായ ശിഫ കൊടു റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടുല്ലോ. പരിപൂർണമായ ശിഫ കൊടു റഹ്മാനെ. അത്തരത്തിലുള്ള എന്തെല്ലാം രോഗങ്ങൾ മനുഷ്യനെ പിടിപ്പെട്ട് പ്രയാസപ്പെടുന്ന സഹോദര സഹോദരിമാർ നമ്മുടെ മജ്‌ലിസിലുണ്ടോ അവർക്കെല്ലാം അജിലായ ശിഫ കൊടു റബ്ബേ. താമായ ശിഫ കൊടു റഹ്മാനെ. പരിപൂർണമായ ശിഫ കൊടു റഹ്മാനെ. അത്തരത്തിലുള്ള രോഗാണുക്കളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. നമ്മുടെ ശരീരത്തെ ഒന്ന് തുടച്ച് മാറ്റണമല്ലോ. തുടച്ച് മാറ്റണമല്ലോ. വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ നല്ല വീട് അവർക്കും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണമല്ലോ. ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. നല്ല വാഹനം നൽകണമല്ലോ. കടങ്ങൾ തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ. കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ
മക്കളെ നീ സ്വാലിഹീങ്ങളിൽ സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. അവരുടെ എക്സാം എടുത്തു വരികയാണ്, ഉന്നത വിജയം നൽകണമല്ല, ഉന്നത വിജയം നൽകണമല്ല. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജ്യണകളെ കൊടുക്കണം റഹ്മാനെ. അനുയോജ്യണകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം അവർക്കും നമുക്കെല്ലാം മരണം വരേക്കും നയിക്കാനും സ്വർഗത്തിൽ ഒരുമിക്കാനും ഹബീബായ തങ്ങളുടെ കൂടെ ജിവാരിലായി അവിടുത്തെ ജിവാരിലായി നമുക്ക് ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല, ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് നൽകണമല്ല, ഉള്ള കച്ചവടങ്ങളിൽ ഉള്ള ഏത് അവർ ചെയ്യുന്ന കഷ്ടപ്പാടിൽ നീ ബറക്കത്ത് നൽകണമല്ല, അഭിവൃദ്ധി നൽകണമല്ല, സന്തോഷം നൽകണമല്ല. അല്ലാഹുവേ, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിലൊന്ന് അടുപ്പിച്ച് തരണമല്ലോ. പരിശുദ്ധ മദീനയിലേക്കൊന്ന് എത്തിപ്പിച്ച് തന്ന് ആ പരിശുദ്ധ റൗളാ ശരീഫിൽ ചെന്ന് ധാരാളം സ്വലാത്തും സലാമും ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം കാണാൻ, ആ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് ലോകത്ത് നിന്ന് ഇവിടെ പറയാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബക്കാർ, എല്ലാ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ കൂടെ ആമീൻ ചൊല്ലുന്ന സഹോദര സഹോദരിമാർക്ക്, ഉമ്മപ്പെങ്ങന്മാർക്ക്, അല്ലാഹുവേ ഉപ്പമാർക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമല്ല, തൗഫീക്ക് നൽകണമല്ല. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. അല്ലാഹുവേ, നമ്മെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് തരണം റഹ്മാൻ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകണമല്ലോ, തൗഫീക്ക് നൽകണമല്ലോ, തൗഫീക്ക് നൽകണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين.